വീണ്ടും മഴക്കെടുതി വിവരങ്ങളിലേക്കാണ്. കോട്ടയത്ത് ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴയാണ് പെയ്ത്, പ്രത്യേകിച്ചും കിഴക്കൻ മേഖലകളിൽ. അപ്പോൾ ഈ കിഴക്കൻ വെള്ളം ഇറങ്ങി മറ്റ് പലയിടങ്ങളിലും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. ഇതിപ്പോൾ ഇറഞ്ഞാൽ, കോട്ടയത്തെ ഇറഞ്ഞാൽ എന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. റോഡിലൂടെ തൂണി തുഴഞ്ഞ ആളുകൾ പോകുന്നു. കുഞ്ഞിനെ റെയിൻകോട്ടൊക്കെ ഇടിപ്പിച്ച് എടുത്തുകൊണ്ട് വരുന്ന അച്ഛൻ, ആളുകളൊക്കെ റോഡിലുണ്ട്. ഷിനോജും റോഡിലുണ്ട്. ഷിനോജ്, ഇപ്പോഴും മഴയാണല്ലേ? പക്ഷേ കനത്ത മഴയാണ്. ഒരു അരമണിക്കൂറായി വീണ്ടും ഇത്തരത്തിൽ ഈ തരത്തിലുള്ള മഴ തുടങ്ങിയിട്ട്. ചേട്ടാ, ഈ രക്ഷിച്ചോണ്ട് ഇങ്ങനെ അവിടെ കുടുങ്ങിപ്പോയതാണ്? അതെ. ഇല്ല, എല്ലാവരും പോകുന്നു. ഞങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതെ, വെള്ളം കയറി. 2018 പ്രളയത്തിനെക്കാട്ടിലും വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ. സാധാരണ ഈ വഴി പൊങ്ങിയതിന് ശേഷം ഇത്രയും വെള്ളം വന്നിട്ടുള്ളതല്ല. പണ്ടൊക്കെ വെള്ളം കയറുക എന്ന് പറഞ്ഞാലും പറമ്പിലൊക്കെ വന്ന് പോകത്തുണ്ടായിരുന്നുള്ളൂ. ഇവിടം വരെ വെള്ളം വരാണ്. പക്ഷെ ഇപ്പൊ അതും കഴിഞ്ഞ് വന്നോണ്ടിരിക്കുക. ഇപ്പൊ മഴ നിൽക്കുന്നു. പാലായിൽ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും വെള്ളം. എനിക്കവിടെ കുഞ്ഞിന് മഴ നനയുന്നോണ്ടായിരിക്കും അവരെ വിട്ടേക്കും. എന്തായാലും വലിയ ദുരിതമെന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വീണ്ടും ആൾക്കാർ അത്തരത്തിൽ ആ ഭാഗങ്ങളിൽ നിന്ന് ആളുകളൊക്കെ തന്നെ ഒഴിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ട് രക്ഷപ്പെടുത്തി ഈ കരയിലേക്കൊക്കെ തന്നെ എത്തിക്കുകയാണ്. NDRFിൻ്റെ ഉൾപ്പെടെയുള്ള ബോട്ടുകൾ, ഡിങ്കി ബോട്ടുകൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലൊക്കെ തന്നെ ഈ തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇനി ആരെയും കുടുങ്ങി കിടപ്പുണ്ട് അവിടെ? ഉണ്ടോന്ന് അറിയാൻ മേലുണ്ട്. അവിടെ ആ ഭാഗത്തായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. NDRFിൻ്റെ സംഘവും സേവാരതി എല്ലാം കൂടി ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അവിടെ ആരെങ്കിലും ഉണ്ടോ ചേച്ചി? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇനി അങ്ങോട്ട് പോകണോ രക്ഷാപ്രവർത്തനത്തിന്? വീട്ടിലൊക്കെ വെള്ളം കയറി. ഇന്നലെ നമ്മൾ വിചാരിച്ചു വെള്ളം കുറയുന്നുള്ള കണക്കൂട്ടിൽ പലരും വീട്ടിൽ തങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇടവഴിയിലൊക്കെ ഒത്തിരി വീട്ടിൽ ആൾക്കാർ സ്ട്രക്കായി കിടപ്പുണ്ട്. പക്ഷേ NDRFിൻ്റെ സംഘം എല്ലാം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ മഴയൊരു തടസ്സമാണ് എല്ലാത്തിനും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ 2018 വെള്ളം കയറും എന്നുള്ളൊരു കണക്കൂട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാര്യം വെച്ചാൽ അതുകൊണ്ട് മുതിർന്നവരെല്ലാം നമ്മൾ സേഫായ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വലിയ ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല, സാധാരണഗതിയിൽ ഈ കിഴക്കൻ മേഖലയിൽ മഴ പെയ്താൽ പിന്നെ ആ വെള്ളം പടിഞ്ഞാറൻ മേഖലയിലെത്തി അങ്ങ് ഒഴുകി പോകാറാണ് പതിവ്. പക്ഷേ ഈ ഒഴുകിയെത്തുന്ന വെള്ളം, അതിനൊപ്പം തന്നെ ഇന്നലെ പെയ്ത കനത്ത മഴ, അതിനൊപ്പം തന്നെ ഈ പെയ്യുന്ന മഴ, ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്താണ് ഇത് വലിയ ദുരന്തമായൊക്കെ തന്നെ മാറുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന വീട്, ആ വീടിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോളം വെള്ളം നിറഞ്ഞു കവിഞ്ഞു. ഇന്നലെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, ഈ റോഡിലൂടെയൊക്കെ തന്നെ പോകുന്ന സമയത്ത് ഈ റോഡിൽ ഒരു തുള്ളി വെള്ളം ഇല്ലാതിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ മുട്ടോളം വെള്ളത്തിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന അവസ്ഥ. ഷിനോജി, ഇപ്പൊ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള പുഴ ഏതാണ്? ഏത് പുഴയിൽ നിന്നാണ് ഇത്രയും വെള്ളം ഇങ്ങോട്ടേക്ക് കയറുന്നത്? പക്ഷേ മീനച്ചിലാറിന്റെ തീരമാണ്. മീനച്ചിലാറിന്റെ തീരത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ വെള്ളം ഇവിടേക്ക് കയറുന്നത്. സാധാരണഗതിയിൽ ചെറിയ മഴയത്തൊക്കെ തന്നെ വെള്ളം കയറുന്നുണ്ട്. പക്ഷേ ഇതാ ഒരു കുഞ്ഞിനെയുമായി ഒരമ്മയും ചേച്ചിയും ഉണ്ട്. അത്തരത്തിൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ചേട്ടാ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇനിയുണ്ടോ? മാറിക്കൊണ്ടിരിക്കുക. ഈ ഭാഗങ്ങളിൽ ഇനിയും കുട്ടികൾ, അത്തരത്തിൽ ആളുകളൊക്കെ തന്നെ കുടുങ്ങി കിടപ്പുണ്ട് എന്നാണ് അവർ ഈ രക്ഷപ്പെടുത്തുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. NDRFിൻ്റെ 4 ബോട്ട് ഇതിനോട് അകത്തോട്ട് പോയിട്ടുണ്ട്. ആ ബോട്ടുകളൊക്കെ തന്നെ തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ തന്നെ രക്ഷിക്കുന്ന ആളുകളൊക്കെ പോകണം. അവിടെ ഫാമിലി അവിടെയാണ്. അപ്പോൾ അവിടെ പച്ചക്കറിയൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാൻ. വെള്ളം കയറിയോ? വെള്ളം കയറി, മുറ്റത്ത് കയറി, വീട്ടിലോട്ട് കയറത്തില്ല, അവിടെ മുറ്റത്തൊക്കെ കയറി. അപ്പോൾ സാധനം പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് അവിടെ കൊടുക്കാനുണ്ട്, വീട്ടിൽ കൊടുക്കാനുണ്ട്. ഓക്കെ, ശരി. എന്തായാലും പൂർണ്ണമായും ദുരിതം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഈ പ്രദേശത്തെ മാത്രം കാര്യമല്ല, അർപ്പൂക്കര ഉൾപ്പെടെയുള്ള തിരുവാർപ്പ്, കുമരകം, ഇല്ലിക്കൽ ഉൾപ്പെടെയുള്ള കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും ഈ കണക്കിലാണ്. വെള്ളക്കെട്ടാണ് പൂർണ്ണമായും എന്ന് തന്നെ പറയേണ്ടി വരും. ദൃശ്യങ്ങൾ നേരത്തെ കണ്ട വീട്, ആ വീടിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. ഇവിടെയുള്ളവരെയൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നാട്ടുകാർ സംസാരിക്കുന്നതൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പല വീടുകളും, ഈ 2 നില വീടുകളിലൊക്കെ തന്നെ ആളുകളൊക്കെ തന്നെ താമസിക്കുന്നവരൊക്കെ തന്നെ മുകളിലത്തെ നിലയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശാശ്വതമാണെന്ന് അറിയാൻ കഴിയില്ല. കാരണം വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വരവ് വെള്ളമുണ്ട്, അതിനൊപ്പം തന്നെ ഈ മഴയുമുണ്ട്, നിർത്താതെ പെയ്യുന്ന മഴയുമുണ്ട്. ഈ രണ്ടും കൂടി ചേരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ദുരിതമായി മാറുന്നത്. എന്തായാലും പാലായിലൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നൊരു ആശ്വാസകരമായ കാര്യമാണ്. ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ ഈ വെള്ളം
അവിടെ ഇന്നലെ രാത്രിയൊക്കെ തന്നെ പെയ്ത സമയത്തൊക്കെ തന്നെ പാലാ ഇരട്ടപ്പെട്ട റോഡിലൊക്കെ തന്നെ പലയിടങ്ങളിലും മൂന്നാനി മുത്തോലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ വെള്ളം കയറി റോഡൊക്കെ തന്നെ പ്രശ്നമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അതേ സമയത്ത് തന്നെ പലയിടങ്ങളിലും മലയോര മേഖല ഉൾപ്പെടെ തീക്കോയി ഭാഗം ഉൾപ്പെടെയുള്ള സ്ഥലത്തൊക്കെ ഇപ്പോഴും ശക്തമായ മഴയാണ്. ഷിനോജ് പറഞ്ഞ പോലെ പാല ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നത് ആശ്വാസകരമാണ്. പക്ഷേ മഴ ഇനിയും തുടരുമോ എന്നതാണ്. നിലവിൽ വടക്കോട്ടാണ് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത എന്ന മുന്നറിയിപ്പുകളുമുണ്ട്.